ഇനി ഇപ്പൊ പലരും കൈയൊഴിയാണ്, പലരും പറയുന്ന സമയത്ത് നിങ്ങൾ ഹോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരുന്നു, അപ്പൊ നിങ്ങളത് സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്നത്. അത് മോന് തീരെ സമ്മതിക്കണില്ല. മോനക്ക് വെട്ടുങ്ങാണ്ട് മോനോടേക്കും പോവൂല. മോനിങ്ങനെ എല്ലാരും ഇങ്ങനെ ഇതാക്കി നമ്മളെ റോട്ടിലേക്ക് ഇറക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരിക്കാന്നൊക്കെയാണ് അവൻ പറഞ്ഞു. എന്നിട്ട് മോളെ പോയി ഭർത്താവ് മരിച്ചെങ്കിൽ ഇപ്പൊ കുടുംബത്തിന്റെ ഒന്നും സഹായം ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലേ? കുടുംബം എന്ന് പറഞ്ഞാല് പാവപ്പെട്ട കുടുംബാണ്. ഉമ്മക്ക് സുഖമില്ലാത്തതാണ്. 3 അറ്റാക്ക് കഴിഞ്ഞ ഉമ്മയാണ്. ദൃശ്യങ്ങളൊന്നും കാണിക്കാനാവുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നോവലിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്നതായിട്ടുള്ള ദൃശ്യങ്ങളല്ല. നോക്കൂ, ലോൺ എടുത്തിട്ടും പഞ്ചായത്തിൽ നിന്ന് എടുത്തിട്ടും ഒക്കെ എല്ലാം കൂടെ ആയിട്ട് ഒരു വീട് വെച്ചിട്ട് ഉമ്മ അവിടെ രാത്രിയിൽ വന്നിരിക്കുകയാണ്. സിവിൽ സ്റ്റേഷന് മുൻപിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കയ്യിൽ 2 ആട്ടിൻകുട്ടികളുണ്ട്. +1 പഠിക്കുന്ന ഒരു മകനുണ്ട്, ഒപ്പമുണ്ട്. ആ കുട്ടിക്കും വയ്യായികയുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അവിടെയുള്ളവർ പറയുകയാണ്. ആ മകൻ എന്താണ് പ്രശ്നം? അങ്ങനെ എന്തെങ്കിലും ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കാം. നമുക്കിത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യാഥാർത്ഥ്യമാണോ ഈ കാണുന്നത് എന്നുള്ള പോലെ തോന്നിപ്പോകുന്നൊരവസ്ഥ കൂടിയുണ്ട്. ആ മകൻ എന്താണ് പ്രശ്നം? അതൊന്ന് ചോദിക്കാമോ? തുടക്കം മുതലേ അവന്റെ അവസ്ഥ എന്താ? അവര് ഭിന്നശേഷി എന്താണ് അവന് പ്രശ്നമുള്ളത്? അവൻക്ക് എഴുത്തും വായന അറിയാത്തൊരു പ്രശ്നമാണ്. പഠന വൈകല്യമുള്ളതാണ്. പിന്നെ ഇപ്പം 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. സ്ക്രൈബായിട്ട് എഴുതി കൊടുത്തങ്ങാണ്ട് പരീക്ഷ ഇപ്പം 10ാം വിട്ട് അങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ പറ്റുന്നൊരു ത്രാണിയൊന്നുമില്ല. അവനങ്ങനെ പോവില്ല. ആടുകളൊക്കെ നിങ്ങൾ ഉപജീവനത്തിന് ഉപയോഗിക്കുന്ന ആടുകൾ എത്ര കാലം നിങ്ങൾ കൂടെ ഉണ്ടായി? ആടുകൾ 2019 മുതൽ എൻ്റെ കൂടെ ഉണ്ട്. ആട് ഒരു വരുമാന മാർഗമായിരുന്നു. വരുമാനം കുറച്ച് വലിപ്പമൊക്കെ വെച്ച് വലുതായി കഴിഞ്ഞിട്ടാണെങ്കിൽ ഓരോന്നിനൊക്കെ കൊടുത്തുങ്ങാണ്ട് അങ്ങനെയൊക്കെ ഇതായിങ്ങാണ്ട് എങ്ങനെയെങ്കിലും ഒരു വരുമാന മാർഗമായി കിട്ടും എന്നുള്ളൊരിതുണ്ട്. മറ്റുങ്ങളങ്ങനെ പോയിട്ട് മോള് മരിച്ച് ആരുമില്ല. ഒന്നുകൊണ്ടൊക്കെ ഒരു മനസ്സിന് സമാധാനമില്ല. ആകെ സഹായം കിട്ടിയിരുന്നു ഇല്ല. ഈ ആടിനെ പോറ്റുന്നോണ്ട് എത്രയെങ്കിലും ഒരു സമാധാനം, മനസ്സിന് ഒരു ഇത് കിട്ടണത്. സഹായിക്കുന്നവരോ അങ്ങനെ ആരെങ്കിലും സഹായമൊക്കെ കിട്ടിയിരുന്നു? ആരടുത്തൊന്നും സഹായമൊന്നുമില്ല. അപ്പൊ നോമ്പിനൊക്കെ കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഓരോരുത്തരെ കാക്കൽ പോയാൽ എന്തെങ്കിലും കിട്ടും. അങ്ങനെ കിട്ടിയതൊക്കെ ഇപ്പൊ പുറത്താണ്. മുറ്റത്തമായ പെയ്ത എല്ലാ സാധനവും ഇപ്പൊ കേട്. വീട്ടിലുള്ള സാധനങ്ങൾ ഇപ്പൊ പുറത്താവുള്ളത് എല്ലാം പുറത്ത് വാരി വലിച്ചിട്ടിക്കണോല്. ഒന്നൊരു സീറ്റിട്ട് മൂടാൻ ഒരു താർപ്പായം പോലും ഇല്ല. എല്ലാ സാധനം പുറത്താണ്. അരി സാധനവും സർട്ടിഫിക്കറ്റുകൾ അടക്കം പുറത്തിട്ടിട്ടാ പോയത്. ഒക്കെ അവരോട് പറഞ്ഞു ഒന്ന് കൊലായിൽ വെക്കട്ടെ വെച്ചിട്ട് വരെ സമ്മതിച്ചില്ല. അതൊക്കെ പള്ളി കമ്മിറ്റിന്റെ ഒക്കെ ഒരു സഹായം കിട്ടിയിരുന്നു. പള്ളി കമ്മിറ്റിയിൽ ഞാനിപ്പം വീട് ഒഴിപ്പിക്കാൻ വന്ന സമയത്തും കൂടി അവരോട് ഞാൻ പറഞ്ഞതാ, പള്ളി കമ്മിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു. വീടിന് സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ ഒരു കത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കത്ത് എല്ലാം നമുക്ക് 6 പെൺകുട്ടികളും കത്ത് വാങ്ങിയിട്ട് എല്ലായിടത്തും നടന്നിട്ട് പള്ളിക്കാർക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ്. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കത്തിങ്ങി തരാൻ പറ്റൂല. നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കുന്ന ഒരു കത്ത് തന്നാല് പള്ളി കമ്മിറ്റിക്ക് നാണക്കേടാന്ന് പറഞ്ഞു. പള്ളി കമ്മിറ്റിക്കാർക്ക് നമ്മളിങ്ങനെ നടക്കുമ്പോൾക്ക് നാണക്കേടാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പള്ളി കമ്മിറ്റിന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് തരികയെന്നപ്പം പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി കമ്മിറ്റിക്കാർക്ക് പള്ളി കമ്മിറ്റിന്റെ തന്നെ ഒരുപാട് പിരിവും കാര്യങ്ങളും നടത്താണ്ട് അതിന് കഴിയൂല എന്ന് പറഞ്ഞു. പിന്നെ ആകെ ഇപ്പൊ എല്ലാത്തിനും തുടക്കം മുതലേ ഒന്ന് കൂടെ നിൽക്കണത് ഇപ്പം ഉഷാക്കെ ഉണ്ടാവണതുകൊണ്ട്. പിന്നെ മോള് മരിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോലും മരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു കുട്ടികൾ വന്നിട്ടില്ല. അവസാനം കബീർ എന്ന് പറയും, മീൻകാരന് രാമനാട്ടുകാരുള്ള, അത് 2ാം വാർഡിലുള്ള ഓര് മാത്രമാണ് ഒന്ന് ആംബുലൻസിൽ ഒരു പെങ്ങളോടെന്ന പോലെ നായിങ്ങാണ്ട് ഒരു ഇത് കരുണ കാണിച്ചിങ്ങാണ്ട് ആംബുലൻസിൽ അവിടെ മെഡിക്കൽ കോളേജിലേക്കൊക്കെ വന്നത്. നൗഷാക്ക് മാത്രമേ ഉള്ളൂ, ആരും കൂടെ ഉണ്ടാവാനില്ല. മകള് മരിക്കാനിടയ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആത്മഹത്യക്ക് ഉണ്ടായ സാഹചര്യം. ശരിക്കും അത് പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തതുകൊണ്ടായിരുന്നു? എന്തായിരുന്നു അത് മകൾക്ക് അത്രയും വേദന ഉണ്ടാക്കിയത്?
വേദന ഉണ്ടാക്കിയത് തുടക്കം മുതലേ പോലീസുകാർ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമല്ലേ ഈ ബോക്സോ കേസ്. എന്നിട്ട് ഫുള്ള് പരസ്യമായിട്ടാണ് ഒരു പോലീസ് ജീപ്പിലും പോലീസ് വേഷത്തിലും ഒക്കെ വന്നുകാണ്ടൊക്കെ വേണ്ടാത്ത ദേഷ്യാന്ന് പറഞ്ഞിട്ടും അങ്ങനെ പലതും പറഞ്ഞുകാണ്ട് ഒരു മോശമായിങ്ങാണ്ട് തന്നെ പറഞ്ഞ ആൾക്കാരെ മുന്നിലൊക്കെ നമ്മളൊരു മോശക്കാരായി മാറി. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കാണ്ട് സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിവിൽ സ്റ്റേഷന് മുൻപിൽ ഒരു ഉമ്മയും മകനും വന്നിരുന്ന് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ആ കുട്ടിക്കും പഠനവൈകല്യം ഉൾപ്പെടെയുണ്ട്. ഉമ്മയെയും മകനെയും രണ്ടിടത്തായി പാർപ്പിക്കാനുള്ള ഒരു ഷെൽട്ടർ സംവിധാനം ഒരുക്കാമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് അവരോട് പറഞ്ഞെങ്കിൽ അവരതിന് തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് സാങ്കേതികത്വത്തിന് അപ്പുറത്തേക്ക് ആ ബന്ധത്തെ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളില്ലാതെ മറ്റൊരാൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ മകൾ മരിച്ചത് മറ്റൊരു തരത്തിലുമല്ല, പോക്സോ കേസിൽ ഉണ്ടാവുകയും പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തത്. ആ സമയത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വളരെ വേദനയോടുകൂടി പറയുകയാണ്.